അതിനകത്ത് നമുക്ക് നമ്മൾ കേട്ട് വളർന്ന കുറേ സംവിധായകരുണ്ട്. ഒന്ന് നമുക്ക് ലോഹിതദാസ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനും സംവിധായകനും ഉണ്ടായിരുന്നു. മലയാളത്തിലെ എണ്ണം പറഞ്ഞ ഒരു എഴുത്തുകാരനും സംവിധായകനുമായിരുന്നു അദ്ദേഹം മരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു കടക്കാരനായിട്ടാണ് മരിച്ചത്. അതുപോലെ തന്നെ ഭരതൻ എന്ന് പറയുന്ന മലയാളത്തിൻ്റെ മഹാപ്രതിഭ, അദ്ദേഹത്തിൻ്റെ കടം വീട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്ന ശ്രീമതി KPSC ലളിത അവർ എത്ര കാലം സിനിമയിൽ അഭിനയിക്കേണ്ടി വന്നു എന്നുള്ള കാര്യം അവരുടെ പല ഇൻ്റർവ്യൂകളിലുമായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ മലയാളത്തിന് അന്യായമായ രീതിയിലുള്ള ചിത്രങ്ങൾ സംഭാവന ചെയ്ത എഴുത്തുകാരും സംവിധായകരും ഒക്കെ പതിറ്റാണ്ടുകളോളം സിനിമാ മേഖലയിൽ നിറഞ്ഞു നിന്നിട്ട് പോലും അവസാനം കടക്കാരായിട്ട് മരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇന്ന് 1-2 സിനിമകൾ സംവിധാനം ചെയ്തു കഴിഞ്ഞാൽ അവർ ഒറ്റയടിക്ക് നിർമ്മാതാക്കളായിട്ട് മാറുന്ന ഒരു പ്രത്യേക സാഹചര്യം മലയാള സിനിമയിൽ നിലനിൽക്കുകയാണ്. നമ്മൾ ഈ നിർമ്മാതാക്കളായിട്ട് മാറിയിട്ടുള്ള, നമ്മൾ കുറച്ച് നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ള പലരുടെയും പേരുകൾ നമ്മളൊന്നെടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 1-2 സിനിമകൾ സംവിധാനം ചെയ്തവർ പോലും 3ാമത്തെ സിനിമ സ്വന്തമായിട്ട് നിർമ്മിക്കുന്ന സാഹചര്യമാണ്. ഇവർക്ക് എവിടെ ഇതിന് മാത്രം കാശ് വരുന്നത്? ഇപ്പോൾ ഇവരുടെ കാശല്ല, അത് മറ്റു പല തരത്തിലും അവിടേക്ക് വന്ന് ചേരുന്ന പൈസയാണ്. അപ്പോൾ അതിൻ്റെ വാല് പിടിച്ച് പോകുന്ന തലത്തിലേക്കുള്ള ആരോപണം തന്നെയാണ് ഷെർഷാദ് ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത്. കാരണം സിനിമാ മേഖലയിലേക്ക് മറ്റ് പല തരത്തിലുള്ള ഫണ്ടിങ്ങുകൾ കൊണ്ടുവരുന്ന തലത്തിലുള്ള ചില ഏർപ്പാടുകൾ നിൽക്കുന്നുണ്ട്. അതിനകത്ത് ഈ പറയുന്ന മണി ലോണ്ടറിങ് പോലുള്ള പല കാര്യങ്ങളും തീർച്ചയായിട്ടും നടക്കുന്നുണ്ടാകണം. അപ്പോൾ അതിൻ്റെ ഒരു ടൂളായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉപയോഗിക്കപ്പെടുന്നൊരു സാഹചര്യം വരെ ഉണ്ടായി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഈ മണി ലോണ്ടറിങ്ങിന് വേണ്ടിയിട്ട് രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന ആൾക്ക് ലണ്ടനിൽ 1-ൽ കൂടുതൽ കമ്പനികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പുള്ളിയുടെ പേരിൽ. ഇവിടുന്നുള്ള പണങ്ങൾ അവിടെ രാജേഷ് കൃഷ്ണയുടെ സുഹൃത്തുക്കൾ തന്നെ UK അവനായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ തന്നെ പറഞ്ഞതാണ്. ഇവിടുന്ന് ഹവാല റിവേഴ്സ് അടിച്ചിട്ട് അവിടുന്ന് ആ കമ്പനികളുടെ അക്കൗണ്ട് മുഖേനയാണ് ഇവിടെയുള്ള സിനിമാ കമ്പനികളിലേക്ക് അവൻ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എന്റെ ഇന്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ മാറ്റി വെച്ചും കൊണ്ട് മമ്മൂട്ടിനെ ടാർഗറ്റ് ചെയ്തും കൊണ്ട് ഞാൻ ഇസ്ലാം വിരുദ്ധനാണ്, ഞാൻ പുഴു സിനിമയ്ക്ക് എഗെയിൻസ്റ്റ് ആണ്, ഞാൻ മലയാളം സിനിമയെ തകർക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രൊപ്പഗണ്ട വന്നിരിക്കുന്നത്. ഇപ്പം ഈ യഥാർത്ഥ സംഭവങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഈ രാജേഷ് കൃഷ്ണ ഈ 2016 മുതൽ ഇന്നലെ വരെ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം വരെ അല്ലെങ്കിൽ കഴിഞ്ഞ മാസം വരെ നടത്തിയ സകല ഇൻവെസ്റ്റ്മെന്റ് അന്വേഷിക്കപ്പെടേണ്ടതുണ്ട്. അത് എന്റെ പെറ്റീഷൻ ഹൈക്കോടതിയിലുണ്ട്, കോടതി സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പം വെക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വീണ്ടും ജൂൺ 24 പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്ററിം ഓർഡർ പാസ്സായതാണ്. തീർച്ചയായിട്ടും ഷെർഷാദ് ഈ പറയുന്ന ആരോപണങ്ങൾ അതിഗുരുതരമാണെന്ന് മാത്രമല്ല, ഷെർഷാദിന്റെ രണ്ട് ഇന്റർവ്യൂ ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ടായിട്ട് വന്നത് 3 മണിക്കൂർ ഞാനിരുന്ന് കണ്ട ആളാണ്. അതിനകത്ത് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. രാജേഷ് കൃഷ്ണയുടെ ഒരൊറ്റ ഫോൺ കോളിൽ തോമസ് ഐസക് വരെ നേരിട്ട് ഒരു ബാങ്കിൽ വിളിക്കുന്ന തരത്തിലുള്ള ബന്ധമുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ രാജേഷ് കൃഷ്ണയുടെ ഈ പറയുന്ന ദുരൂഹമായ പണമിടപാടുകളെല്ലാം തന്നെ വളരെ വ്യക്തമായിട്ട് തോമസ് ഐസക് ഉൾപ്പെടെയുള്ള ആൾക്കാർ അറിയാമായിരുന്നു എന്നുള്ള കാര്യമാണ്. അപ്പോൾ അതിനകത്ത് എന്ത് തരത്തിലുള്ള ഇടപെടലുകളാണ് സംസ്ഥാന സർക്കാർ, ഇപ്പോൾ റിവേഴ്സ് ഹവാല ആയിരുന്നാലും ശരി തന്നെയാണ്, ഡോളർ കടത്തായിരുന്നാലും ശരി തന്നെയാണ്. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ പാർട്ടി ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൻ്റെയൊക്കെ കുത്തകാവകാശം എടുത്ത് വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ചർച്ച അങ്ങോട്ടേക്ക് പോകാതെ വളരെ കൃത്യമായിട്ട് വഴിതിരിച്ച് മറ്റൊരു വശത്തേക്ക് വിടുന്ന തലത്തിലേക്ക് അവർ തന്നെ പ്രത്യേകിച്ചൊരു ധാർമ്മിക രോഷം കൊണ്ട് പുറത്തിറങ്ങിയിരിക്കുന്നത്. ഒന്ന്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത്, മലയാള സിനിമ എന്ന് പറയുന്നത്, മലയാള സിനിമ എന്നല്ല ഏത് സിനിമയായിരുന്നാലും ശരി തന്നെയാണ്, ഒരുപാട് പേരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ്. അപ്പോൾ വൈകാരികമായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കളെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഞാൻ കാണുന്നുണ്ട്. ഇത് എൻ്റെ ഒരു റിക്വസ്റ്റായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. വ്യക്തിപരമായിട്ട് എടുത്താൽ മതി, മറ്റൊരു തലത്തിൽ കാണണ്ട. സിനിമ ഒരുപാട് പേരുടെ അധ്വാനമാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു നടനെ ബഹിഷ്കരിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സിനിമകൾ ബഹിഷ്കരിക്കുക അത് നല്ലൊരു കാര്യമല്ല. സിനിമയുടെ അകത്തുള്ള കണ്ടന്റിനകത്ത് നമുക്ക് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ പറയുക, അതിനെതിരായിട്ട് നമ്മൾ നമുക്ക് വിമർശനം ഉന്നയിക്കാം, അതൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷേ സിനിമയെ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്യുന്നത് നല്ലതല്ല എന്നും കൂടി ഞാൻ ഈ സമയത്ത് ഓർമ്മിപ്പിക്കുക.